ഹായ് കൂട്ടുകാരെ, കാത്തു സ്ട്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പഴം വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ. വളരെയധികം സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്കത്. ഇത് പഴം വെച്ചോ പപ്പായ വെച്ചോ കുമ്പളങ്ങ വെച്ചോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ വെക്കാം. ആദ്യം തന്നെ പഴം നമുക്ക് ഇഷ്ടമുള്ളതാണ് മുറിക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം. ഒരു 2 വിസിലൊക്കെ മതി. അത് കഴിഞ്ഞ് ഒരു അരമുറി തേങ്ങയും ഉള്ളി പിന്നെ ജീരകം ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിന് പകരം കട്ടിമോരോ തൈരോ എന്താണുള്ള മോരോ എന്താണെന്ന് വെച്ചുള്ളതെങ്കിൽ അതൊഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചട്ടി എടുക്കുക, അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക്, ഉലുവ എന്നിവ ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 3 മുഴുവൻ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തേങ്ങ അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിനുള്ളിൽ നമ്മുടെ ജാറിനുള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പഴം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പഴം വേവിച്ച് വെച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ആ പഴം വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് അപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും പിന്നെ കുറച്ച് മോരും കൂടെ നമ്മൾ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കും. ഇതിൽ പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് മോരൊഴിച്ച് കൊടുക്കാവുന്നതാണ്. പുളി കുറവാണെങ്കിൽ മോര് വീണ്ടും കുറച്ചുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് വേപ്പില ഇട്ടിട്ട് ചട്ടി ഓഫാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി കറിയായിട്ടുണ്ട്. ഇതിന് മോര് കറി അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ മോര് കാച്ചാന്നൊക്കെ പറയും ചിലർ, അങ്ങനെയൊക്കെ പല പേരിൽ അറിയുന്നുണ്ട്. നല്ല അടിപൊളി കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഏതുണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കായാലും ഈ കറി പെട്ടെന്ന്